സ്വർണ്ണ കവർച്ചാ കേസിൽ CPM നേതാവ് എൻ വാസുവിന് ED കുരുക്കും. കേസിൽ ജാമ്യം ലഭിച്ച് ജയിൽ മോചിതനായ എൻ വാസുവിനും ED ഉടൻ സമൻസ് നൽകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്നു എൻ വാസു. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാറിനെയും ചോദ്യം ചെയ്യും. ശബരിമല ശ്രീകോവിൽ കട്ടിളപ്പാളിയിലെ സ്വർണം ചെമ്പാക്കി രേഖപ്പെടുത്തിയതിന് പിന്നിൽ അന്നത്തെ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവാണെന്നും കട്ടിളപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ വാസു ഇടപെട്ടിരുന്നുവെന്നുമായിരുന്നു SIT റിപ്പോർട്ട്. കട്ടിളപ്പാളി കേസിലെ 3-ാം പ്രതിയാണ് വാസു. കേസിൽ ജയിൽ മോചിതനാകുന്ന 5-ാമത്തെ പ്രതിയാണ്. ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്നതനുസരിച്ചാണ് EDയും പ്രതികളെ ചോദ്യം ചെയ്യുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, S ശ്രീകുമാർ, സുധീഷ് കുമാർ എന്നിവരായിരുന്നു ജാമ്യത്തിലുള്ള മറ്റു പ്രതികൾ. ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായ മുരാരി ബാബു, S ശ്രീകുമാർ എന്നിവരെ കൊച്ചി ED ഓഫീസിൽ ചോദ്യം ചെയ്തിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അടുത്തയാഴ്ച ചോദ്യം ചെയ്യും. ഇതിനൊപ്പമാണ് എൻ വാസു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാർ എന്നിവരെയും ചോദ്യം ചെയ്യുന്നത്. സ്വർണ്ണപ്പാളികളെന്നറിഞ്ഞിട്ടും ചെമ്പുപാളി എന്ന രേഖയുണ്ടാക്കി ഗൂഢാലോചന നടത്തിയെന്നതാണ് സുധീഷ് കുമാറിനെതിരായ കണ്ടെത്തൽ. ജനം, കൊച്ചി.